ബ്രൂവറിയുടെ വിഷയം ഉണ്ടായതുകൊണ്ട് സ്വകാര്യ സർവകലാശാലയുടെ കാര്യത്തിൽ CPIക്കാരെ ഒപ്പം കൂട്ടിയിട്ടാണ് തീരുമാനം എടുത്തത് എന്നാണ് തോന്നുന്നത്. ബിനോയ് പറഞ്ഞത് ഈ സംഗതി കേരളത്തിലേക്ക് വരട്ടെ എന്നാണ്. ഇഷ്ടത്തോടെ ആയിരിക്കാൻ വഴിയില്ല, ഇഷ്ടത്തോടെ അല്ലത്. വലിയ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഇതിന്ന് വിട്ടു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ എത്ര. അതുകൊണ്ട് തന്നെ കേരളത്തിന് പാടെ മാറി നിൽക്കാനകത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഇഷ്ടക്കുറവൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചു. എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും, ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നീങ്ങിയേ തീരും. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. അങ്ങനെ നീങ്ങുമ്പോൾ നമ്മളെ നിലപാടൊന്നും മറന്നിട്ടില്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് അര നിലപാടിൻ്റെ കാര്യം മൂപ്പര് പറയുന്നുണ്ട്. അങ്ങനെ നീങ്ങുമ്പോൾ ഒരു LDF ഗവൺമെൻറ് പാലിക്കേണ്ട ഉത്തരവാദിത്വ ബോധം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അതാണ് ഈ പറയുന്ന സംവരണം. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. നിങ്ങൾ നേതാക്കന്മാർ തമ്മിൽ സീറ്റിംഗ് ആയി, പക്ഷെ നമ്മളെ വിദ്യാർത്ഥി സംഘടന ഇത് ശരിയല്ല എന്നാണ് പറയണത്. ഞാൻ ശരിയാണ്. അത് നിങ്ങൾ പറയും, പക്ഷെ AISF-നെ വേറൊരു അഭിപ്രായമാണ്. തിരിച്ചാണ്. അല്ല നിങ്ങൾ പറയല്ലേ. ഒരു കാര്യം കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. AISF ഇക്കാര്യത്തിൽ നിങ്ങളെ അഭിപ്രായത്തിനെതിരാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കാണിച്ചു തരട്ടെ. അതാ അങ്ങോട്ടൊന്ന് നോക്കാണ്. അതാ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഈ സമീപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം, അത് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് AISF-ന്റെ അഭിപ്രായം. ഇനി പറയും AISF-ന്റെ പോസ്റ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? അതെല്ലാം വിദ്യാഭ്യാസ രംഗത്തുള്ള മൂല്യത്തകർച്ചയെ കാണിക്കുന്നത്. അല്ല, നിങ്ങൾ ഈ നേതാക്കൾക്ക് കിട്ടിയ മൂല്യം എന്തേ AISF-ന് കിട്ടാനത്? സാന്ദ്രത കുറഞ്ഞ ഭാഗത്ത് നിന്ന് കൂടിയ ഭാഗത്തേക്ക് ആ ഫ്ലോ ഉണ്ടാകൂ. പക്ഷെ സഖാവേ, നിങ്ങൾക്ക് കിട്ടിയ ആ ഫ്ലോ ഉണ്ടല്ലോ, അത് ഇക്കാര്യത്തിൽ AISF-ന് കിട്ടിയിട്ടില്ല. തിരിച്ചാണെങ്കിൽ ശാസ്ത്രം തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ശാസ്ത്രത്തെ നമുക്ക് തെറ്റിക്കണ്ട. AISF-ന് CPI ആയിട്ട് ഒരു ബന്ധമില്ല എന്നങ്ങോട്ട് പറയാം അല്ലേ? AISF അടക്കമുള്ള ഒരു സംഘടനയും CPIയുടെ വാലല്ല. അത് വരട്ട് തത്വവാദമാണ്. അതാണ് AISF-ന്റെ കാഴ്ചപ്പാടും CPIയുടെ കാഴ്ചപ്പാടും ഇക്കാര്യത്തിൽ മോരും മുതിരയുള്ള പോലെയാണ്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വ്യക്തമായ കാഴ്ചപ്പാട് വേണം. അതെ, മുന്നണിയിലുള്ള പ്രമുഖന്മാർ നിലപാട് മാറ്റുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയണം. അതല്ലെങ്കിൽ ഇടതുപക്ഷ മൂല്യമുള്ള വിദ്യാർത്ഥി സംഘടനയെന്ന് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും അവയ്ക്ക് വേണ്ടി നിലകൊള്ളാനുമുള്ള കടമയുണ്ടെന്നാണ് ഞങ്ങളുടെ ബോധ്യം. ആ കടമ AISF-ന്റെ നിലപാടിനോട് കാട്ടുമോ അതോ മുന്നണിയുടെ നിലപാടിന് വേണ്ടിയിട്ട് AISF-ന്റെ കടമ മാറ്റി നിർവഹിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.